സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. കേരളം തീയിടാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ വലിയൊരു തീ ആളിക്കത്താനായിട്ട് പോകുന്നു. എങ്ങനെയാണ് ആ തീ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ആരാണ് ആ തീ കത്തിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ? അതെ, മമ്മൂട്ടി തന്നെയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഫ്രാൻസിസ് ഇട്ടിക്കോരയായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരനെ, അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഇതിഹാസത്തിനെ ടി.ഡി. രാമകൃഷ്ണൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ടി.ഡി. രാമകൃഷ്ണൻ ആരാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും അറിയാം. ഒരുപാടധികം നോവലുകൾ എഴുതി. ആ നോവലുകളെല്ലാം ഹൃദയസ്പർശിയാക്കിയ, അതായത് തൊട്ടതിലെല്ലാം പൊന്നാക്കിയെടുത്ത ഒരു മനുഷ്യൻ, പൊന്നു വിളയിച്ച ഒരു മനുഷ്യനാണ് ടി.ഡി. രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് ആ നോവലിലെ ഒരു കഥാപാത്രമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ആ ഒരു നോവലിലെ കഥാപാത്രമാണ് ഈ പറയുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോര. ആ ഫ്രാൻസിസ് ഇട്ടിക്കോരയെ ഒരു കഥാപാത്രമാക്കിക്കൊണ്ടൊരു സിനിമയാക്കാൻ പോകുന്നു. ആ സിനിമയില് ആ ഒരു കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ അതിൽ മമ്മൂട്ടി തന്നെയായിരിക്കും നായകൻ. വേറൊരാൾക്കും നായകനാകാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ ആളിനെ നായകനായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കത്തില്ല. മമ്മൂട്ടിക്ക് മാത്രമാണ് അതിൽ പൂർണ്ണ അധികാരം, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മാത്രമാണ് അതിനുള്ള പൂർണ്ണ അർഹതയുള്ളതെന്നാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമുക്ക് മുൻപിലേക്ക് സമർപ്പിച്ച ആ ഒരു കലാകാരൻ, അല്ലെങ്കിൽ ആ ഒരു തിരക്കഥാകൃത്ത് പറയുന്നത്. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ ഫ്രാൻസിസ് ഇട്ടിക്കോരയെങ്കിലും ആ ഒരു നോവൽ വായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, അദ്ദേഹത്തെ പറ്റിയുള്ള വാക്കുകളല്ല, അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ ഒരിക്കലും സാധാരണ ഒരു സാങ്കല്പികമായിട്ട് നമുക്ക് തോന്നാറില്ല. അങ്ങനെ ഒരു ഫ്രാൻസിസ് ഇട്ടിക്കോര നമ്മളുടെ ഈ സമീപ സ്ഥലങ്ങളിൽ, അല്ല നമ്മുടെ ഈ ചുറ്റുപാടുമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ഈ 40-45 വർഷങ്ങളോളമായിട്ട് നമ്മളെല്ലാവരെയും ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും എന്നും ഓരോ സിനിമകൾ വരുമ്പോഴും അതിലെല്ലാം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കണ്ടുപിടിച്ചുകൊണ്ട് തൻ്റെതായിട്ടുള്ള ചില മാന്ത്രിക കൈകൾ, അല്ലെങ്കിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്തുകൊണ്ട്, പൊടികളൊക്കെ ചേർത്തുകൊണ്ട് ആ കഥാപാത്രത്തിനെ അങ്ങേയറ്റം നമ്മളെ ആസ്വാദ്യകരമാക്കുന്ന, നമ്മളെല്ലാം പിടിച്ചിരുത്തുന്ന രീതിയിൽ സിനിമ ചെയ്യുന്നൊരു മനുഷ്യനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള സിനിമകൾ, നമ്മുടെ സംസ്ഥാന അവാർഡ് കിട്ടാൻ കാരണമായ സിനിമയാണ് ഭ്രമയുഗം. ഭ്രമയുഗത്തിലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അഭിനിവേശം, അല്ലെങ്കിൽ ആ ഒരു ആക്രാന്തം പിടിച്ച അഭിനയം, ആ അഭിനയ വൈഭവം, അതിന് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തത്. അതിന് പിന്നാലെയും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു, നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ പറയുന്ന നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടുന്നു. സോറി, നാഷണൽ അവാർഡ് സംഖ്യകളുടെ ആയതുകൊണ്ട് അത് കിട്ടത്തില്ല. അപ്പൊ സംസ്ഥാന അവാർഡ് കിട്ടുന്നു. പിന്നീട് ഇപ്പൊ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയും ഏകദേശം അവാർഡ് കിട്ടാൻ പോകുന്ന സിനിമ തന്നെയാണ്. കാരണം ഇതിലെല്ലാം മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ ഒന്നിനൊന്ന് മികച്ചതാണ്. വേറെ ആൾക്കും ചെയ്യാൻ സാധിക്കാത്ത കഥാപാത്രങ്ങളാണ്. ഈ പല സിനിമകളിൽ റീമേക്ക് ചെയ്യുന്നവന്മാർ വരെ വന്ന് നോക്കിയിട്ടും മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഒരു 7 അയലത്ത് പോലും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായി മനഃപൂർവ്വം അവർ നിർത്തിപ്പോയതാണ്. ഈ പറയുന്ന റീമേക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോയവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിഹാസ നായകനാണ്, അല്ലെ ഇതിഹാസം തന്നെയാണ് മമ്മൂട്ടി. അപ്പൊ അങ്ങനെ മമ്മൂക്കയെ വെച്ചുകൊണ്ട് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക? അതിന് മുൻപ് എന്താണ് ഫ്രാൻസിസ് ഇട്ടിക്കോര, എന്തായിരുന്നു ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് നമുക്കൊന്ന് ജസ്റ്റ്, ഞാൻ ChatGPT നോക്കിയപ്പോൾ കണ്ടതാണ്. അതിൽ പറയുന്നത്, ടി.ഡി. രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിൽ ഫ്രാൻസിസ് ഇട്ടിക്കോര സാത്താൻ സേവ നടത്തുന്ന വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു. അധികാരവും സമ്പത്തും നേടാനായി അവൻ സാത്താനെ ആരാധിക്കുകയും മനുഷ്യബലി പോലെയുള്ള ക്രൂര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മതവിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്ത് പാപപ്രവൃത്തികളെ ന്യായീകരിക്കുന്നതാണ് ഇട്ടിക്കോരയുടെ സ്വഭാവം. സാത്താൻ സേവ അവന്റെ നൈതിക പതനത്തിന്റെയും മാനവികത നഷ്ടപ്പെട്ട ജീവിതത്തിന്റെയും പ്രതീകമാണ്. ഇതിലൂടെ അധികാര ലോഭം മനുഷ്യനെ എത്രത്തോളം അധപ്പതിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ അധപ്പതിപ്പിക്കുമെന്നതാണ് നോവൽ വ്യക്തമാക്കുന്നത്. അതായത് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് സാത്താൻ സേവ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, മനുഷ്യ ബലികൾ കൊടുക്കുമായിരുന്നു, അല്ലെ മനുഷ്യ ബലികൾ നടത്തുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു രാക്ഷസ കഥാപാത്രമായിട്ടാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം വരാൻ പോകുന്നത്. നമുക്കറിയാം, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലുമുള്ള വ്യത്യാസങ്ങൾ, അല്ലെ ആ രണ്ട് സിനിമകളും മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ്? ഒന്നിൽ ഒരേ സമയം രാക്ഷസനായും മറ്റതേ സമയം തന്നെ, അല്ലെങ്കിൽ ആ ഒരു സെയിം ടൈമിൽ തന്നെ ഒരു നായകനായിട്ടും അല്ലെങ്കിൽ ഒരു പോറ്റിയായിട്ടും ഒക്കെ അഭിനയിക്കുന്ന ഒരു മമ്മൂക്ക, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു മമ്മൂക്ക. കളങ്കാവലിലും അങ്ങനെ തന്നെയാണ്. ഒരേ സമയം നായകനായിട്ടും അതേ സമയം തന്നെ പ്രതിനായകനായിട്ടും രൂപമാറ്റം വരുന്ന ഒരു മമ്മൂക്കയാണ് നമ്മൾ അവിടെയും കാണുന്നത്. അവിടെയും ഏകദേശം ഒരു രാക്ഷസ പ്രവർത്തികളൊക്കെ തന്നെയാണ്. സാത്താൻ സേവയൊന്നുമില്ലെങ്കിലും രാക്ഷസ പ്രവർത്തികളാണ് നമ്മൾ കാണുന്നത്. സ്നേഹിച്ച് തന്നെ സ്നേഹിക്കുന്ന, തന്നോട് വിശ്വാസമുള്ള പെൺകുട്ടികളെ കൊണ്ടുപോയി കൊന്നുകളയുന്നു. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധൈര്യം, ആ ധൈര്യം അയാൾക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഊർജ്ജമാവുന്നു, അയാളെ കൂടുതൽ മത്ത് പിടിപ്പിക്കുന്നു. ഒരു ക്രൈം ചെയ്ത് പിന്നീട് ഒരു ക്രൈം ചെയ്യാതിരിക്കാതാവുമ്പോൾ അയാൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നു,
ക്രൈം വീണ്ടും ചെയ്തെങ്കിലേ അയാൾക്കൊരു സമാധാനം ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ഒരു കഥാപാത്രത്തിനെ ഏത് രീതിയിൽ ആവിഷ്കരിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയ മമ്മൂട്ടി അത് ആവിഷ്കരിച്ചിരിക്കുന്ന രീതി വളരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ്. നമുക്കറിയാം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അണിഞ്ഞൊരു കോട്ട് അല്ലെങ്കിൽ ഒരു വേഷമുണ്ട്, വക്കീൽ വേഷമായിരുന്നു. അദ്ദേഹം ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. ആ ബുക്കുകൾ വായിക്കുന്നതിൽ കൂടി ഒരുപാട് അറിവുകൾ അദ്ദേഹം ആർജിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രസംഗിക്കുന്ന നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് മമ്മൂക്ക. സിനിമയിൽ അഭിനയം മാത്രമല്ല, ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ. അവരോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് സിനിമകളും റിയാലിറ്റി ഷോസും കാണുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന, ബുക്കുകളെ അഗാധമായി പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. മമ്മൂക്കയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. മമ്മൂക്ക ഈ പറയുന്ന ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പറ്റി ഒരു നോവൽ വായിച്ചിട്ട് അതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ ഗാംഭീര്യം നിറഞ്ഞ അല്ലെങ്കിൽ അതിമനോഹരമായ ശബ്ദത്തിൽ കൂടി അദ്ദേഹം ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന രീതിയാണ്. അത് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മമ്മൂക്ക ഒരു എന്താ പറയുക, സ്റ്റോറി ടെല്ലിങ് തുടങ്ങിക്കൂടെ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, മകനുണ്ട്, അനിയനുണ്ട്, എല്ലാവർക്കും ഉണ്ട്, മമ്മൂക്കയ്ക്ക് കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും. ആ ഫീലിലാണ് ആ കഥ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മമ്മൂക്ക ആ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം എന്താണ് ഈ സംവിധായകൻ അല്ലെങ്കിൽ ഈ തിരക്കഥാകൃത്തിന് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. അപ്പം നേരെ മമ്മൂക്കയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്ന വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. വായനാദിനം, വായനാവാരം വായനാ ദിനത്തിൽ തന്നെ വായിക്കണമെന്നില്ല. എപ്പോഴും വായിക്കാം. ഒരു ദിവസത്തിലും ഒരു വരിയെങ്കിലും വായിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നില്ല. ഒന്നൊരു പത്രത്തിൽ തലക്കെട്ടോ അല്ലെങ്കിൽ ബോർഡോ ഒരു കുറിപ്പോ എന്തെങ്കിലും വായിക്കണം. ഞാൻ ആ വായനയെ പറ്റി പറയും. നമ്മൾ അറിവിനും ആനന്ദത്തിനും വേണ്ടി വായിക്കുന്ന വായന. സാധാരണ അങ്ങനെ വായിക്കുന്ന പുസ്തകങ്ങൾ പലരും പലതരത്തിൽ വായിക്കും. മനസ്സുകൊണ്ട് വായിക്കുന്നവരുണ്ട്, ചുണ്ടനയ്ക്ക് വായിക്കുന്നവരുണ്ട്, കുറച്ച് ശബ്ദത്തിൽ വായിക്കുന്നവരുണ്ട്, വളരെ കുറച്ച് വായിക്കുന്നുണ്ട്. വളരെ കുറയ്ക്കും ശബ്ദത്തിൽ വായിക്കുന്നത് സാധാരണ നമ്മുടെ വേദഗ്രന്ഥങ്ങളും അങ്ങനെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളുണ്ട്, പ്രാർത്ഥനകളൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആനന്ദത്തിനും അതിനു വേണ്ടി വായിക്കുന്നതിനെ പറ്റിയാണ്. നമുക്ക് കൂടുതൽ പുസ്തകങ്ങളാണ് വായിക്കുന്നത്. വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും പുസ്തകത്തിൻ്റെ ഒരു മണവും ഒരു സുഖമൊക്കെ പുസ്തകം വായിക്കുന്നുണ്ടോ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിത അവധി തന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു നിർബന്ധിത അവധിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവധിക്കാലം നമ്മൾ അനുഭവിക്കുകയാണ്. അതിനും ഈ അവധിക്കാലം തിരുവഴിക്കുന്ന സിനിമകളും പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും കാഴ്ചകളാണ് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനും ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പുസ്തകങ്ങൾ കുറേ വായിക്കും, ചിലപ്പോൾ പകുതി കിട്ടും, സിനിമ കുറച്ച് കണ്ടു, അങ്ങനെയൊക്കെ നമുക്ക് സമയം പോകാൻ പറ്റും. പല പുസ്തകങ്ങളും പലതരം വായിക്കണം. ഈ വായനത്തിന് വളരെ പ്രത്യേകത. ഞാൻ വായിക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് വേണമെങ്കിൽ പറയും. പെട്ടെന്ന് വായിക്കുകയും മനസ്സിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വായന. അതായത് നമ്മൾ വായിക്കുന്ന വാക്കുകൾക്ക്, പറയുന്ന വാക്കുകൾക്ക് മുന്നിലെ വാക്കുകളിൽ എപ്പോഴും കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. ചിലപ്പോൾ വായിക്കുകയും ചെയ്യാം, പക്ഷേ വായിക്കുന്നത് നമുക്ക് മനസ്സിൽ ഹൃദയസ്ഥമാകുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ വായന. ഞാൻ അങ്ങനെയല്ലേ ഇത് വായിച്ച് നോക്കാമെന്ന് വായിച്ച് നോക്കാം. ഈ പുസ്തകത്തെ പറ്റി പറയുന്നത് ഫ്രാൻസിസ്. കണ്ടില്ലേ, ഇനിയാണ് അദ്ദേഹം ആ ഒരു കഥ വായിക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നമുക്ക് കേട്ട് നോക്കാം. ടി.ഡി. രാമകൃഷ്ണൻ ബുക്ക്. ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അദ്ദേഹം വായിച്ചത്. അന്ന് ഞാനത് കുറേ വായിച്ചു, പിന്നെയും വായിച്ചു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം വായിക്കാം. ഇട്ടിക്കുരയുടെ ഒരു സാഹസത്തെ പറ്റിയാണ്. കച്ചവടത്തിന് പുറമെ മറ്റു പല രംഗങ്ങളിലും ഇട്ടിക്കുരയുടെ പേര് പതുക്കെ പൊന്തി വന്നു. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും വിദേശ ഭാഷകളിലുമൊക്കെ ഇട്ടിക്കുരയ്ക്കുള്ള അറിവിനെ പറ്റി അറിഞ്ഞ പലരും കാണാൻ. ചിലർ വന്നത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടായിരുന്നു. മറ്റ് പലരും വെറുതെ പരീക്ഷിക്കാനായി. ഇങ്ങനെ വന്നവരെ ഇട്ടിക്കുര ശരിക്കും കളിയാക്കി വിടുകയും ചെയ്തു. ഒരിക്കൽ സാമൂതിരിയുടെ കച്ചവടക്കാരെയും നോക്കുന്ന പരപ്പനാട്ട് പണിക്കര് മാളികയിൽ അപ്പനെ കണ്ട് കുരുമുളക് കച്ചവടം ഉറപ്പിച്ച് അച്ചാരം വാങ്ങി പോകാനിരുന്നു. ഇട്ടിക്കുര ഈടി കെട്ടി വരുന്നു. മോനല്ലേ, ഒരുവിടൊക്കെ അറിയാമെന്ന് കേട്ടു. ഞാനിപ്പോ 100 വണ്ടി മുളക് കച്ചവടമാക്കി അപ്പനോട് 16 അച്ചാരം വാങ്ങി പോകാൻ നിൽക്കുക. എന്റെ മണിശ്ശേരിയിൽ എത്ര പൊൻപണം വെള്ളിക്കാശുണ്ടെന്ന് തുറന്നു നോക്കാണ്ട് പറയാൻ പറ്റുള്ളൂ. തന്നെ അളക്കാനായുള്ള ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇട്ടിക്കുര വിട്ടുകൊടുത്തില്ല. മടി ശീലാക്കിയവന്റെ മടിശീലയിൽ ഒന്നും ഉണ്ടാവില്ല. അക്കാലത്ത് പൊതുവെ മടിയനാണ് എന്ന് പ്രസിദ്ധനായ പണിക്കർക്ക് വല്ലാതെ കൊണ്ടു. എന്താ കളിയാക്കാം? മടിശീലെടുത്ത് തുറക്കാം, നമുക്ക് നോക്കാലോ. പണിക്കർ അരയിലെ മടിശീലെടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഇട്ടിക്കുര വന്നതുപോലെ അതിന്റെ കാശിന്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അയാൾ വിളിച്ചു നിന്നപ്പോൾ ഇട്ടിക്കുര സമാധാനിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല, മടിശീലിന്റെ പണം എവിടെയും പോയിട്ടില്ല. ഒന്ന് അടച്ച് വീണ്ടും തുറന്നു നോക്കിയാൽ മതി. പണിക്കർ മടിശീല അടിച്ച് വീണ്ടും തുറന്നു നോക്കി. 17 പൊൻപണം 108 വെള്ളിക്കാശ്. ശരിയല്ലേ? പണിക്കർ എന്നെ നോക്കി ശരിയെന്ന് തലയാട്ടി. ഇട്ടിക്കുര പറഞ്ഞത് കയറി നിർത്തിയായി. പണം ഉണ്ടെന്നതിനേക്കാൾ പ്രധാനം ഉണ്ടെന്നുള്ള തോന്നല. ആ തോന്നലുണ്ടായാൽ പിന്നെ പണമില്ല. മുമ്പില് പണം ഉണ്ടായാലും ഉണ്ടെന്ന് തോന്നില്ല, കാണില്ല, അത്ര. പിന്നെ ഈ കണക്ക് കൂട്ടാനൊക്കെ ചില എളുപ്പത്തിയാണ്. അറിയാത്ത കാര്യങ്ങൾ വല്ലതും ചോദിച്ചാൽ പറഞ്ഞ് തന്നില്ല, വിരോധമില്ല. അറിയണത് ചോദിച്ചിട്ട് എന്തിനാ വെറുതെ പരീക്ഷിക്കണം.
ക്ഷമിക്കുക, കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചൊരു വീട്ടിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗുരുവായി കണക്കാക്കി ശിക്ഷപ്പെടാമല്ലോ. അതൊന്നും വേണ്ട. ഗുരുവും ശിക്ഷനൊക്കെ നിങ്ങളുടെ ഇടയിൽ ചില ഏർപ്പാടുകൾ. ഞങ്ങൾ കച്ചവടക്കാർക്ക് അരിയായാലും അറിവായാലും വിലക്കി വെക്കും. കണ്ടില്ലേ? ആ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അതോടൊപ്പം തന്നെ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കഥ വായിക്കുന്ന മമ്മൂക്ക ആ കഥയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട്, നമുക്കറിയാം മമ്മൂക്ക ഓരോ കഥാപാത്രങ്ങളും ചെയ്തു വെക്കുന്നത് ആ കഥാപാത്രത്തിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആവാഹിക്കുന്നു. അതായത് തൻ്റെ ശരീരത്തിലേക്ക് തനിക്ക് കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളെ ആവാഹിച്ചുകൊണ്ട് ഒരു മാജിക്കാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. കൺകെട്ട് വിദ്യ എന്ന് നമുക്ക് മാജിക്ക് ആ ഒരു രീതിയിൽ മാജിക്കിനെ പറയാൻ പറ്റില്ല. ഇത് വ്യക്തമായിട്ട് നമ്മളെല്ലാവരും നല്ല, അതായത് ഒരു വ്യാജമായിട്ടുള്ള ഒന്നുമില്ലാതെ ക്യാമറയ്ക്ക് മുൻപിൽ ജീവിച്ച് കാണിക്കുന്ന ഒരു മമ്മൂക്ക. ഏത് കഥാപാത്രമാണെങ്കിലും, ഭിക്ഷക്കാരനാണെങ്കിലും, പണക്കാരനാണെങ്കിലും, രാജാവാണെങ്കിലും, അടിമയാണെങ്കിലും, ഏത് കഥാപാത്രം കിട്ടിയാലും അതിനെ അത് തൻ്റെതായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട്, അല്ലെ തൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മെരുക്കിയെടുത്തുകൊണ്ട് അടിപൊളി കാഴ്ചാനുഭവം കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ, അത് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ലെവലിൽ അവർക്ക് ഇമോഷൻസ് കൊണ്ടുവരണം, ഏതൊക്കെ രീതിയിൽ അവർക്ക് സന്തോഷം കൊണ്ടുവരണം, ഏതൊക്കെ രീതിയിൽ അവരെ ചിന്തിപ്പിക്കണം, ഏതൊക്കെ രീതിയിൽ അവരെ പ്രതികരിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം എന്നൊക്കെ അറിയാവുന്ന ഒരു കലാകാരൻ കൂടിയാണ് മമ്മൂക്ക. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന് നമ്മൾ പറയുന്നത്. ആ കഥ വായിക്കുന്ന രീതി, അതിൻ്റെ തന്നെ ഒരു സ്ഫുരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗത്തിലും ഓരോ വാക്കുകളിലുമൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. 20-25 വയസ്സൊന്നുമല്ല, 74 വയസ്സായി ആ മനുഷ്യന്. ഈ 74-ാമത്തെ വയസ്സിലും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല രീതിയിൽ ബോധ്യമുള്ള, ഓർമ്മയുള്ള ഒരു മനുഷ്യൻ. എനിക്ക് തന്നെ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് എന്താ ചെയ്തതെന്നോ അല്ല എവിടെ വെച്ചെന്നോ എനിക്ക് ഓർമ്മയില്ല. സത്യമായിട്ടും പറയാണ്. അപ്പോൾ 74 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഓർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി തന്നെയാണ് അതിനെ ആ രീതിയിലേക്ക് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് നമ്മളെ പോലെയല്ല, ചില്ലാണ്, ഫുൾ ചില്ലാണ്. പണമുണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മമ്മൂക്കയ്ക്ക് ഒരുപാട് പണമുണ്ട് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ബുക്ക് വായിക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ സമയം കണ്ടെത്തണമെന്നൊന്നുമില്ല. തിരക്കുകൾ, ചെറിയ തിരക്കുകൾ വരുമ്പോൾ തന്നെ ഞാൻ വലിയ തിരക്കിലാണ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മമ്മൂക്കയെ പോലുള്ളവരെ ഒന്ന് കണ്ടുപിടിക്കുക. കാരണം കിട്ടുന്ന ചെറിയ ഗ്യാപ്പുകളിലും അദ്ദേഹം ഓരോ ബുക്കുകൾ വായിക്കുന്നുണ്ട്, ഓരോ റിയാലിറ്റി ഷോസ് കാണുന്നുണ്ട്, ഓരോ പരിപാടികൾ, സീരിയൽസ് കാണുന്നുണ്ട്, എല്ലാം കാണുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. ഒരു ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരാൾ വേറൊരാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യണമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് അതൊരു ചിലപ്പോൾ ഒരു കോപ്പി ആൻഡ് പേസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമെന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും പലരുടെയും വീഡിയോ കാണാറില്ല. സിനിമാസും അങ്ങനെ തന്നെയാണ്. സിനിമകളും പലപ്പോഴും കാണാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടെ കയറി കൂടിയാലോ എന്നുള്ള പേടി കൊണ്ട് കാണാറില്ല. ചിലർ നല്ലൊരു കാര്യത്തിന് വേണ്ടി കാണും. എന്നാൽ മമ്മൂട്ടിക്ക് അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല. താൻ ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മമ്മൂട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ താൻ ചെയ്യുന്ന ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും തൻ്റെ കൂടെ അഭിനയിക്കാൻ വരുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിലേക്ക്, നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. സ്നേഹത്തിൻ്റെയും ഒരു കരുതലിൻ്റെയും എല്ലാം ഒരു പ്രതീകം തന്നെയാണ് മമ്മൂക്ക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടി.ഡി. രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ തിരക്കഥാകൃത്ത് അദ്ദേഹം എന്താണ് മമ്മൂക്കയെ പറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്കയ്ക്ക് മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ, അത് മമ്മൂക്ക ചെയ്താലേ നല്ലതായിരിക്കുള്ളൂ, വേറെ ആരും ചെയ്താൽ പൂർണ്ണതയിലെത്തില്ല, ഈവൻ മോഹൻലാൽ പോലും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഹാൻസം സ്ട്രാപ്പിംഗ് മാൻ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മമ്മൂട്ടി തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ എന്താ അങ്ങനത്തെ സംശയം? സിനിമയാക്കാനൊന്നും അത്ര എളുപ്പത്തിൽ പറ്റുന്നൊരു കാര്യമല്ല. മറുപടി ചോദിച്ച സ്ഥിതിക്ക് മറ്റ് ഒരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയും. ചിലപ്പം നമുക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടൊക്കെ ആവാം. എന്താ വെച്ചാൽ ഇട്ടിക്കോരയുടെ ആദ്യ വായനക്കാരിൽ ഒരാളാണ് മമ്മൂക്ക. ഇട്ടിക്കോര പുറത്തിറങ്ങിയ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അത് വായിക്കുകയും പിന്നെയും പലതവണ വായിക്കും, നല്ല രീതിയിൽ അതിന്റെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ആളുടെ രൂപത്തെക്കാൾ ഉപരി അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സിനിമയിൽ വരുന്ന വിഷയങ്ങളും അതിന്റെ ചർച്ചകളും നോക്കിയാണ് അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ചേഞ്ചസ് കാണാം. ചിലപ്പോൾ പക്ക റിയാലിറ്റിയുടെ അതിസൂക്ഷ്മതയിലേക്ക് പോകുന്ന സിനിമകൾ വളരെയധികം സ്വീകരിക്കപ്പെടുന്ന ഒരു കാലം. ഇപ്പൊ വന്നേക്കുന്ന ഒരു മാറ്റം, ഇപ്പൊ കഴിഞ്ഞ 2025 ഹൊറർ സിനിമകളിലേക്ക് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു, ഇപ്പം അതിൽ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാല് ഓസ്കാർ അക്കാഡമിയിൽ അവിടെ ഭ്രമയുഗം 12-ാം തീയതിയാണ് സ്ക്രീൻ ചെയ്യുന്നത്. ഫെബ്രുവരി 12-ാം തീയതി സ്ക്രീൻ ചെയ്യുന്ന ആദ്യത്തെ ഇതിൽപ്പെട്ടൊരു മലയാള ചിത്രമാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. ഹൊറർ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഭ്രമയുഗത്തിന് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് അത് ഒരു മൾട്ടി ലെയേർഡ് നറേഷനാണ്. ഹൊറർ മാത്രമല്ല അതെന്ന് കണ്ട് ഇറങ്ങുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നാൽ ആ ഹൊറർ എങ്ങനെയാണ് അത് വർക്കാവുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഗെയിം. മറ്റു ഹൊറർ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഭ്രമയുഗം ഒത്തിരി റിസ്കിയാണ്.
എന്നുവെച്ചാൽ ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്, വളരെ മിടുക്കന ബ്രില്യൻ ഡയറക്ടറാണ്. ലണ്ടൻ ഫിലിം അക്കാഡമിയുടെ പ്രൊഡക്റ്റ് ആണ് അദ്ദേഹം. വളരെ ബ്രില്യൻ്റ് ആയിട്ട് വേൾഡ് ക്ലാസ് ഫിലിം എങ്ങനെയാണ് ഇന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി അതൊന്ന് എങ്ങനെ ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് പോകാം എന്ന് മാത്രമാണ് ചെയ്തത്. റിസ്ക് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുക്കണു. 4 അല്ലെങ്കിൽ അഞ്ചാമതൊരാളും കൂടെ വേണമെങ്കിൽ പറയാം, 5 ക്യാരക്ടേഴ്സും. അതിൽ 2 പേർക്ക് കാര്യമായിട്ട് ഒരു റോളും ഇല്ല, 3 പേരേ ഉള്ളൂ. ഒരൊറ്റ ലൊക്കേഷനിലാണ് സിനിമ മൊത്തം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു സിനിമ എടുത്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ. പക്ഷെ അതിന്റെ ഞങ്ങളൊക്കെ പലതരത്തിൽ ഇതിനു വേണ്ടി ശ്രമിച്ച ആളുകളാണെങ്കിലും മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനായ നടന്റെ ഒരു അത്ഭുതകരമായ പ്രകടനം കൊണ്ടാണ് സിനിമ ലെവലിൽ എത്തിയത്. അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ സദാശിവനും ടി ഡി രാമകൃഷ്ണനും മെനക്കെട്ടാൽ ആ സിനിമ അത്രയും ഇതിലേക്ക് എത്തില്ല. ഇപ്പൊ കോരപ്പാപ്പന്റെ കഥ പറയുന്ന പോലെ കൊട്ടുമൺ പോറ്റിയായിട്ട് അദ്ദേഹം വരുമ്പോ ആണ് ഇത് മൊത്തം മാറുന്നത്. നമ്മള് എഴുതിയ വാചകങ്ങൾ, എഴുതിയ ഓരോ കൊച്ചു ഡയലോഗുകളാണെങ്കിൽ പോലും അദ്ദേഹം അത് പറയുമ്പോഴാണ് അത് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. സത്യം. ഇനി പറയാം, അദ്ദേഹം പറഞ്ഞത് നമ്മൾ എഴുതിയിരിക്കുന്ന വാചകങ്ങളൊക്കെ അതിനൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടാവുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ, ശബ്ദമാധുര്യത്തിൽ കേൾക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം അത് അഭിനയിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന കഥയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അഭിനയ വൈഭവമാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അഭിനയത്തിനോടുള്ള ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രീതിയിൽ സിനിമ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഞാൻ സമീപിച്ചതും. എൻ്റെ നോവൽ ഇറങ്ങി ആദ്യം വായിച്ചത് അദ്ദേഹമാണ്. അതിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു തന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതിൽ അദ്ദേഹം അല്ലാതെ വേറെ ആരെയാണ് ഒരു നടനാക്കി വെക്കാൻ സാധിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തിരക്കഥാകൃത്ത് തൻ്റെ കഥയ്ക്ക് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. അത് മലയാളത്തിൻ്റെ ഇതിഹാസമായിട്ടുള്ള മമ്മൂക്കയാണ്. അത് മമ്മൂക്ക സിനിമ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി മാത്രം വെച്ചിട്ടുള്ളൊരു മനുഷ്യൻ. അതൊരിക്കലും ഒരു ഭാഗ്യത്തിനെയോ വിധിയോ പരീക്ഷിച്ചുകൊണ്ടല്ല മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത്. ഒരു പ്രൊജക്റ്റ് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആണെങ്കിൽ ദൈവമേ നീ രക്ഷിച്ചു, ഇതെൻ്റെ വിധിയാണ്, ഇന്ന് ഞാൻ വിജയിച്ചു, നാളെ എനിക്ക് ദൈവമേ ഇതേ വിധി ഉണ്ടാവണേ, ഇതേ സക്സസ് ഉണ്ടാവണേ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ മമ്മൂക്കയ്ക്ക് അങ്ങനത്തെ വിധിയിലോ മുൻകൂട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങളിലോ ഒന്നും ഒരു താല്പര്യമില്ല. മമ്മൂക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, ആ ടാലൻറ്റ് അങ്ങേയറ്റം കൊടുത്തെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. 74 വയസ്സിൽ ഇപ്പോൾ ഒരു സ്റ്റണ്ട് കൊണ്ട് നിങ്ങൾ ചെന്ന് നോക്ക്, അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കാണിക്കും. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്മാർ, പയ്യന്മാർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം, പയ്യന്മാരെന്ന് വിളിച്ച് ഞാൻ മമ്മൂക്കയെ കിളവനാക്കൊന്നുമല്ല, പയ്യന്മാരെന്ന് പറയുന്ന ചെറു പ്രായത്തിലുള്ള പിള്ളേർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി മുകളിൽ മമ്മൂക്ക ചെയ്യും. അത് ആ മമ്മൂക്കയുടെ എക്സ്പീരിയൻസ് മാത്രം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചാത്തൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ്റെ, സിനിമയോടുള്ള അമിതമായ ഭ്രാന്തൻ്റെ അഭിനിവേശം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസം. മമ്മൂട്ടി എന്ന് പറയുന്നൊരു ഇതിഹാസം വീണ്ടും ഇതിഹാസമായി മാറാനും കേരളം നല്ല രീതിയിൽ കത്തിക്കാനും മുന്നോട്ട് നിൽക്കുകയാണ്. അതിനൊരു കാരണമായിട്ട് ഇട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുക.